ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഇക്കുറി ആരായിരിക്കും അംഗം വെട്ടുന്നത്? ഈ ചോദ്യം തിരുനക്കര അന്തിച്ചന്തയിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ആർക്കും വ്യക്തമായ മറുപടി പറയാനില്ല. എന്നാൽ ഇതാ കേട്ടോളൂ. എതിർ സ്ഥാനാർത്ഥികൾ ആരായാലും കോട്ടയത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തന്നെയെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. ചാഴിക്കാടൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. UDFൽ സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചുവരെഴുത്തു തുടക്കമിട്ട് കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെയും ചിഹ്നം വരയ്ക്കാതെയുമാണ് ചുവരെഴുത്ത്. UDFൽ നിന്നും കേരള കോൺഗ്രസും LDFൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മും നേരിട്ട് പോരാട്ടം നടത്തുന്ന കോട്ടയത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനുള്ള ശ്രമത്തിലാണ് BJP. അനിൽ ആന്റണിയുടെ പേരാണ് BJP നേതൃത്വം കോട്ടയം പാർലമെന്റ് സീറ്റിലേക്ക് സജീവമായി പരിഗണിക്കുന്നത്. കൂടാതെ അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കുമെന്ന പ്രചരണവും ശക്തമാണ്. MP ജോസഫിനും അൽഫോൺസ് കണ്ണന്താനത്തിനും സീറ്റ് ലഭിച്ചാൽ 2 മുൻ IAS ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയും കോട്ടയത്തിനുണ്ടാകും. എന്നാൽ കേരള കോൺഗ്രസിൽ ഒട്ടേറെ പേർ സീറ്റിനായി രംഗത്തുണ്ട്. UDF നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്നതും ഇതുതന്നെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും കേരള കോൺഗ്രസ് നേതാക്കളായ PJ ജോസഫ്, മോൻസൻ ജോസഫ് എന്നിവരുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു. മോൻസൻ ജോസഫിനെയാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിച്ചതെങ്കിലും പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന നിലപാടാണ് മോൻസന്. അതോടെ ചർച്ചകൾ ഇടുക്കി മുൻ MP ഫ്രാൻസിസ് ജോർജിലേക്ക് പോയിരിക്കുകയാണ്. നേരത്തെ തന്നെ മോൻസിന്റെയും ഫ്രാൻസ് ജോസിന്റെയും പേരുകൾ കേരള കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്തിരുന്നു. ഫ്രാൻസിസ് ജോർജിനാണ് നിലവിൽ നേതൃത്വം മുൻഗണന നൽകുന്നത്. പ്രിൻസ് ലൂക്കോസിന്റെ പേരും ചർച്ചകളിലുണ്ട്. ഇതിനിടെ സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രംഗത്തെത്തിയിട്ടുണ്ട്. KM മാണിയുടെ മരുമകൻ MP ജോസഫ്, കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് എന്നിവരുടെ പേരുകളും ചർച്ചയിൽ നിറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻ MPമാരെന്ന പരിഗണന ഫ്രാൻസിസ് ജോർജിനും PC തോമസിനും ഗുണമാകും. അതേസമയം വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന മെച്ചവും ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റത്തെ പരസ്യമായി എതിർത്തെന്ന പരിഗണനയും MP ജോസഫിന് അനുകൂലമാകും. കളത്തിൽ ഇവരൊക്കെ ആണെങ്കിലും ഒടുവിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സാക്ഷാൽ PJ ജോസഫ് അംഗം വെട്ടാൻ ഇറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും ഇത്തവണ തീപാർന്ന മത്സരമാകും കോട്ടയത്ത് നടക്കുക എന്നതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.